ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും ഈ ഒരു മൂവ്മെൻറ്റ് മറ്റൊരു മോഡിലേക്ക് പോകും എന്ന് വേണം കരുതാനല്ലേ? അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്നു. അത് രാഹുലിൻ്റെ മാത്രം ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും ഇനി പ്രത്യക്ഷമായിട്ടുള്ള നീക്കത്തിലേക്കൊക്കെ കടക്കില്ലേ? ഇതൊരു എ ഗ്രൂപ്പിൻ്റെ ജന്മം അല്ലെങ്കിൽ വീണ്ടും ഒരു പുനരുജ്ജീവനം എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ? അവരിനി കൂടുതൽ കരുത്താർജിച്ച് കൂടുതൽ യുവാക്കളുടെ എല്ലാം തന്നെ പങ്കാളിത്തത്തോടുകൂടി സതീശനെ വക എന്താണ് വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അല്ല, സതീശനെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാനൊന്നും രാഷ്ട്രീയത്തിൽ എളുപ്പമല്ല. കാരണം സതീശൻ അത്ര ഒരു എക്സാൾട്ടഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ പുള്ളിക്കെതിരായിട്ട് ആരോപണങ്ങളൊന്നുമില്ല, അഴിമതി ആരോപണവുമില്ല, ഈ സ്ത്രീ വിഷയവുമില്ല. അങ്ങനെ ഒരാളെ പ്രതിപക്ഷ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ മാറ്റുക, അതുകൊണ്ട് അതൊന്നും എളുപ്പമല്ല. മാത്രമല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് പ്രതിപക്ഷ നേതാവിനെ മാറ്റാൻ പറ്റുമോ? ഈ നടുക്കടലിൽ വെച്ച് കപ്പിത്താനെ മാറ്റുന്നത് എന്നാണ് ഈ നാവികന്മാരുടെ ഇടയിലുള്ള ഒരു സംസാരം. അപ്പം ആ രീതിയിൽ ആണ് സതീശൻ്റെ നിൽപ്പ്. മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്നു, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്നു. ഈ സമയത്ത് ക്യാപ്റ്റനെ മാറ്റാൻ പറ്റിയില്ല. അതെ. അപ്പോൾ അതത്ര എളുപ്പമല്ല. പക്ഷേ ഇവരുടെ ഒരു ശക്തി പ്രകടനം നടത്തുക, പാർലമെൻ്ററി പാർട്ടിയിൽ എത്ര പേര് സതീശന് അനുകൂലമായിട്ടുണ്ട്, എത്ര പേര് എതിരായിട്ടുണ്ട് എന്ന രീതിയിലൊരു ഡിവിഷനിലേക്ക് കൊണ്ടുപോകുക, അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു.